ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്, നല്ല ഇടിയുണ്ട്. നമുക്കകത്തിരുന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് ഇരിക്കാനാണ് പറ്റുള്ളൂ. എല്ലാ അമ്മമാരും രാവിലെ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയെന്ന് പറയട്ടെ, ഫുഡ് ഉണ്ടാക്കാനോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നുമല്ല, നമ്മുടെ മക്കളെ സ്കൂളിൽ അയക്കാൻ വേണ്ടി ഹെൽത്തി ആയിട്ട് ഫുഡൊന്ന് കഴിപ്പിച്ച് വിടാൻ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കും, ഇടിയപ്പം ഉണ്ടാക്കും, ദോശ ഇതൊക്കെ ഉണ്ടാക്കും. മാറി മാറി ഉണ്ടാക്കിയാലും നമ്മുടെ മക്കൾക്ക് ഇതൊന്നും വേണ്ട. അവർക്ക് എന്നാൽ ചോറ് വേണമെങ്കിൽ ചോറ് കഴിച്ചോളാൻ പറയും, അതും വേണ്ട അവർക്ക്. അപ്പം നമ്മൾ എന്താണ് ഹെൽത്തി ആയിട്ട് സിമ്പിളായിട്ട്, എന്നാൽ ആ നേരത്ത് ബ്രെഡ് അങ്ങനെയുള്ള സിമ്പിൾ സാധനമാണെങ്കിൽ അവർക്ക് കഴിക്കാൻ ഇഷ്ടമായിരിക്കും, പെട്ടെന്ന് കഴിച്ച് തീരുകയും ചെയ്യും. ബട്ട് ഈ ബ്രെഡൊക്കെ കഴിക്കണം കൊണ്ട് ഇപ്പം ഒരു ഗുണമില്ല. പിള്ളേർക്ക് ഉച്ചവരെ നിൽക്കാനുള്ളത് ആവില്ല. ബ്രെഡിൽ നിന്നൊന്നും നമ്മുടെ മക്കളുടെ ശരീരത്തേക്കും അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് അങ്ങനെയുള്ള ഒന്നും ആവില്ല ഈ ബ്രെഡിൽ നിന്നും. അതൊക്കെയാണെങ്കിൽ പക്ഷെ അവർ കഴിച്ചിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ബ്രെഡാണെങ്കിൽ ബ്രെഡ് കഴിക്കുമ്പോൾ അതൊരു ഹെൽത്തി ആക്കി നമുക്ക് എങ്ങനെ മാറ്റാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ അപ്പത്തിലാണെങ്കിലും, ഇപ്പോൾ ഒരപ്പം കഴിക്കാനാണെങ്കിലും അത് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് കഴിപ്പിച്ചെടുക്കാം, അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ള് കാണണം, സപ്പോർട്ട് ചെയ്യണം. യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരൊന്നും ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ കിച്ചണിലെ ഇന്നത്തെ താരം വേറെ മറ്റൊന്നുമല്ല, നിലക്കടല. നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ വെയിറ്റ് ഗെയിനിങ്ങിനും ഒക്കെ ഗുണം ചെയ്യുന്ന ഒരു ഇതാണ് നിലക്കടല എന്ന് പറയുന്നത്. ഈ നിലക്കടല വറുത്തിട്ട് പച്ചയ്ക്ക് വാങ്ങാൻ കിട്ടും. എന്നിട്ട് അത് വറുത്തെടുത്ത് നമുക്ക് ഓയിലിലോ അല്ലെങ്കിൽ ഉപ്പിലോ, ഞാൻ വറക്കണ രീതിയൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് കാണാം കേട്ടോ. അപ്പം ഇപ്പം ഇത് ഓൾറെഡി ഞാൻ വറുത്ത് വെച്ചേക്കണതാണ് ഞാൻ ഇതെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ വറുത്ത് വെച്ച നിലക്കടല ഒരു പേപ്പറിലേക്ക് ഇടുക, ഇതിൻ്റെ തൊലി കളയാനായിട്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സാധനം എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല അല്ലേ, ന്യൂട്ടല്ലയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ബ്രെഡിൻ്റെ ഒപ്പം അതുപോലെ തന്നെ അപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പത്തിൽ മടക്കി ഉള്ളിൽ വെച്ചോ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും കുട്ടികൾക്ക് ഇത് ന്യൂട്ടല്ല എന്ന് പറയുന്ന സാധനം ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ഒരു മധുരമുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് നിലക്കടല, അതുപോലെ തന്നെ ഹണി ഇല്ലാത്തവരെന്ത് ചെയ്യണം, പഞ്ചസാര, പിന്നെ ഞാൻ അല്പം കൊക്കോ പൗഡർ ചേർക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ മക്കൾക്ക് ഇഷ്ടമാവും കേട്ടോ. പിന്നെ അല്പം നെയ്യ്, ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പം ഞാൻ ഇനി നിലക്കടല പേപ്പറിലേക്ക് ഇട്ട് ഇതിൻ്റെ തൊലി ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കാവേ. അപ്പം ഞാൻ ഇത്രയും കടലയായിട്ട് എടുക്കണം. ഇനി ഇത് കൈ കൊണ്ടൊന്ന് ഇങ്ങനെയൊന്ന് ഞരടിയെടുത്താൽ അതിൻ്റെ തൊലിയെല്ലാം പൊക്കോളും. എന്നിട്ടൊന്ന് നമുക്കൊന്ന് പാറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊന്ന് ഞരടിയെടുത്ത് ഇതൊന്ന് നന്നായിട്ട് പാറ്റിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വരാം കേട്ടോ. അല്ലെങ്കിൽ ഈ പേപ്പർ ഇങ്ങനെ അങ്ങ് മടക്കി വെച്ചിട്ട് നമ്മുടെ ചെറിയ അമ്മിക്കല്ല് പോലത്തെ പിള്ളക്കല്ലില്ലേ, അതിങ്ങനെ അങ്ങ് ഉരുട്ടിയ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തൊലി അങ്ങ് പോയി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കടലയുടെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ജാറിലേക്ക്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കടല ഒരു ജാറിലാക്കിയിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ചെറിയ ജാറായിരിക്കും കേട്ടോ നല്ലത്. പക്ഷേ ചെറിയ ജാർ നിറച്ചു വിടരുത്, ഏകദേശം ഒരു അരഭാഗമൊക്കെയാണ് ഇടാൻ. എന്നാലും നമുക്ക് കടലയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടുള്ളൂ. ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും കേട്ടോ. പഞ്ചസാരയല്ല നല്ലത്, ഹണി ഉള്ളൊരു ഹണി തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലല്ലേ. ഇപ്പം എനിക്ക് ഇന്നൊരു ക്വസ്റ്റ്യൻ കിട്ടുമെന്നുള്ളത് എനിക്കറിയാം. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പഞ്ചസാരയാണ് ഇടണത്. എനിക്കത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഹണി ചേർക്കുവാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കുന്നത് നല്ലത്. പക്ഷെ അത് നമുക്ക് കിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യണേ, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇടണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരയ്ക്കാം. ഇപ്പം കൊക്കോ പൗഡറും കൂടെ ചേർക്കണം കേട്ടോ, അതിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സിയിൽ അരയ്ക്കാൻ എടുക്കുന്നത് കേട്ടോ. ഈ കൊക്കോ പൗഡർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാൻ മക്കളെ പറ്റിക്കാൻ വേണ്ടിയാണ്, ചോക്ലേറ്റാന്ന് പറഞ്ഞങ്ങ് കൊടുത്തത്. ഇതിൻ്റെ കളർ കാണുമ്പോൾ ചോക്ലേറ്റിൻ്റെ അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറ്റിക്കാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഇതാട്ടോ. ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം ഇത് ചേർത്താൽ മതി കേട്ടോ. ഫസ്റ്റിൽ ഇത് പൊടിക്കുമ്പോൾ പൊടിഞ്ഞത് ഈ രീതി വരുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അരച്ചരച്ച്, ഇത് പൊടിഞ്ഞിട്ടില്ല, നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇതായിട്ടുള്ളൂ. ഇത് നന്നായിട്ട് ഫൈൻ പൗഡർ ആകുമ്പോൾ മാത്രം കേട്ടോ ഇതിൽ നിന്ന് പിന്നെ കടലെണ്ണ ഇല്ലേ അത് വരുവുള്ളൂ. എന്നാലാണ് നമ്മുടെ ന്യൂട്ടല്ല റെഡി ആവുള്ളൂ കേട്ടോ. ആദ്യം പൊടിച്ചപ്പോൾ പൊടി പോലെ ഇരുന്ന് പണ്ടോ, ഇപ്പോൾ പതിയെ നനഞ്ഞ് വന്നു തുടങ്ങിയില്ലേ. അപ്പോൾ ഇങ്ങനെ ഈ മിക്സ് ചൂടാവരുത് കേട്ടോ, ചൂടാവാണ്ട് പതിയെ നമ്മൾ കുറേ നേരം കൊണ്ടാണ് നമുക്കിത് ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ടോ, ഇതിലെ എണ്ണ പൊന്തി വന്നത് നമുക്ക് കാണാൻ, കണ്ടോ, നനഞ്ഞ് വന്ന കണ്ടോ. ഇങ്ങനെ നന്നായിട്ട് അതിലെ എണ്ണ അങ്ങ് കക്കി വരണം.
അപ്പം നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് ഇതായി കഴിയുമ്പോൾ ഒരല്പം നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതായിട്ടില്ല, ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത്ര അരഞ്ഞപ്പോൾ ഞാൻ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. നെയ്യില്ലാത്തവർ നല്ല പ്യുവർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മുടെ ന്യൂട്ടെല്ല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. തനി ഫൈൻ പൊടിയായി. ഇനി നമുക്കിത് പതിയെ ചൂടാറുമ്പോൾ ഒരു നല്ല ഉണങ്ങിയ ഒരു ബോട്ടിലിൽ സൂക്ഷിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ നല്ല ഉണങ്ങിയ സ്പൂണും കൊണ്ട് തന്നെ എടുത്ത് ബ്രെഡിലോ അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയോ അങ്ങനെ എന്ത് വേണമെങ്കിലും അതിൻ്റെ കൂടെ തേച്ച് അങ്ങനെ കഴിക്കാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചെടുക്കണം. ഈ ഒന്നാമത് മഴക്കാലമാണ്, നനഞ്ഞതോ സ്പൂണോ അങ്ങനെ വലിയ ഇട്ടാൽ പെട്ടെന്ന് പൂത്ത് പോകട്ടോ. പൂത്തതൊക്കെ പിള്ളേർക്ക് കൊടുത്താൽ അതിലും വലിയ ഹെൽത്തിന് പകരം അതിലും വലിയ ദോഷം ഉണ്ടായി വയ്ക്കും. അപ്പം നമ്മൾ സുന്ദരിക്കുട്ടി ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട്. ഹായ് ഉണ്ടോ? അപ്പം നമ്മുടെ ന്യൂട്ടെല്ല അന്നേരത്തേക്കും റെഡിയായി. പൊന്നൂസ് വന്നപ്പോഴത്തേക്കും കണ്ട ഞാൻ ചെറിയ ക്വാണ്ടിറ്റി എടുത്തോണ്ട് ഇത്രയും കിട്ടിയിട്ട് ഈ ബോട്ടിലിൽ ഞാൻ തണുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി അടച്ചു വയ്ക്കല്ല കേട്ടോ. തണുത്തതിന് ശേഷമാണ് മിക്സഡ് ജാറിൽ നിന്ന് എടുക്കാമോളൂ ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലിൽ സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് നനഞ്ഞ ഇതൊന്ന് സൂക്ഷിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കാം. ഇതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ കറി കഴിക്കില്ലാത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്ക് അപ്പത്തിൻ്റെ കൂടെയോ അതോ ദോശയുടെ കൂടെയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇതങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പിള്ളേർ കഴിച്ചോളും. പൊന്നിന് വേണോ? കൈയിടരുത് കേട്ടോ പൊന്നു. അപ്പം ഞാൻ ആദ്യം പൊന്നു എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഇത് ഇത്തിരി വായിൽ വെച്ചു കൊടുക്കണതിന് മുമ്പ് ഇത് വേണമെന്ന് ചോദിച്ചു. അന്നേരം പൊന്നു പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഇതപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇത്തിരി ആയിട്ട് വായിൽ വെച്ചു കൊടുത്തു. പിന്നെ അവൾക്ക് വേണം. പൊന്നിന് വേണം ബ്രെഡിൽ സ്പ്രെഡ് ചെയ്താ ഈ ഒരു കൺസിസ്റ്റൻസി വരും കേട്ടോ. തരാം തിരക്കായി. അപ്പോൾ വലിയ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഫുൾ അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ബ്രെഡും കൂടെ അങ്ങ് വെച്ച് കൊടുത്താൽ അത് അവർ കഴിച്ചോളും. അതുപോലെ തന്നെ അപ്പത്തിലാണെങ്കിലും ദോശയിലാണെങ്കിലും എന്തിലാണെങ്കിലും അങ്ങ് വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മടക്കി തരാവേ. എന്നാ കഴിച്ചു കണ്ട പിള്ളേർ കഴിച്ചോളൂ കേട്ടോ. അപ്പം എബിന് ഇന്ന് ഇതുണ്ടാക്കി. എബിനെ ഞാൻ ചോക്ലേറ്റാണെന്ന് പറഞ്ഞാൽ പറ്റിക്കണം. അപ്പം ഇത് കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. നമുക്ക് നോക്കാം. എൻ്റെ കക്ഷി എൻ്റെ ചോക്ലേറ്റ് വേണോ? ഇതെടുക്കട്ടെ. തരാം. അല്ലേ ഇനി എഡ്മിൻ കുട്ടന് ഇത് മതി. നിക്കാൻ ഇഷ്ടത്തോടെ കഴിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഹെൽത്തി ഫുഡ്സൊക്കെ കൊടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിടണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. എന്നാ പൊന്നൂസ ചെയ്യണ്ടേ? ഒന്ന് പറഞ്ഞേ, എന്നിട്ട് ഇത് കഴിക്കാം. എന്തൊക്കെയാ ചെയ്യണ്ടേ? ഒന്നും പറയില്ല കേട്ടോ. ആയിക്കോട്ടെ. അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ. അന്ന് മുത്ത് പറ. അതവിടെ വെക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു. പറ. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്നാ ചെയ്യണ്ടേ? ഷെയർ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഓക്കേ.